ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നവരാത്രി വിഷസ്. ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് 3 പ്രസാദമാണ്. അപ്പം ആദ്യത്തെ പ്രസാദം ചെയ്തിരിക്കുന്നത് റവയും കൊണ്ടാണ്. റവയും കൊണ്ട് ഒരു സ്വീറ്റ് പ്രസാദമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു കടായിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്യാം. കാഷ്യൂ നട്ട്സ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും എടുത്ത് ഒരു പ്ലേറ്റിൽ മാറ്റാം. ഇനി അതേ കപ്പിൽ തന്നെ 1 കപ്പ് റവ ആഡ് ചെയ്യാം. റവ ആഡ് ചെയ്തതിന് ശേഷം നല്ല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് റവ ഒന്ന് ഫ്രൈ ചെയ്യണം. ഇനി റവ എടുത്ത അതേ കപ്പിൽ തന്നെ 2 കപ്പ് പാൽ ആഡ് ചെയ്യാം. പാൽ ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്യാം. ഫ്ലെയിം ലോ ആക്കിയിട്ട് വേണം മിക്സ് ചെയ്യാൻ. ഒരു 2 മിനിറ്റ് മതിയാവും റവ വെന്ത് കിട്ടാൻ. ഇനി നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നല്ല ഒന്ന് മിക്സ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റുമാണ് റവ സ്വീറ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്യണം. ലോ ഫ്ലെയിമിൽ വച്ച് വേണം ചെയ്യാൻ. ഇനി ലാസ്റ്റായിട്ട് വറുത്ത് വെച്ച കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ നല്ല ഒന്ന് മിക്സ് ചെയ്യാം. പാനിൽ നിന്ന് നമുക്ക് റവ ഇളകി വരും. അതാണ് ഫൈനൽ സ്റ്റേജ്. അത്രയേ ഉള്ളൂ. ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മളെ റവ സ്വീറ്റ് പ്രസാദം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യാൻ പോണത് പുളിഹോരയാണ്. അപ്പോൾ പുളിഹോര എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. ഫസ്റ്റ് ഒരു പാൻ വയ്ക്കാം. പാനിൽ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്യാം. കടുക് ആഡ് ചെയ്യാം. ഉഴുന്നുപരിപ്പ് ആഡ് ചെയ്യാം. കടലപ്പരിപ്പ് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നല്ല ഒന്ന് മിക്സ് ചെയ്യാം. ഒരു ലൈറ്റ് ബ്രൗൺ ആവണ വരെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് വറ്റൽമുളക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ജീരകം ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ നല്ല എണ്ണയിലിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്യാം. ഒരു 5 to 6 കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്യാം. ഒരു ലൈറ്റ് ബ്രൗൺ ആവണ വരെ ഒന്ന് വറുത്തെടുക്കാം. ഇനി കായപ്പൊടി ആഡ് ചെയ്യാം. ഇനി കറിവേപ്പില ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നല്ല ഒന്ന് മിക്സ് ചെയ്യാം. പുളി ഒരു നാരങ്ങ സൈസിൽ ഒരു പുളി എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിനകത്ത് ഒരു അരമണിക്കൂർ വരെ സോക്ക് ചെയ്യാൻ വച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുളി നല്ല പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. നല്ല ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പുളിവെള്ളം ഒരു പകുതി ഒന്ന് വറ്റണം. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. ആ സമയം ആകുമ്പോഴത്തേക്കും നമ്മളെ പുളിവെള്ളം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് റൈസ് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നല്ല ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്യാം.
അങ്ങനെ നമ്മുടെ പ്രസാദത്തിന് വേണ്ടിയിട്ടുള്ള പുളിഹോര റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം പുളിഹോര. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത് ചെയ്യാൻ പോണത് ദദ്ദോജനമാണ്. തൈരും കൊണ്ടുള്ള പ്രസാദമാണ്. ഒരു കുക്കറിൽ 1 കപ്പ് അരി ആഡ് ചെയ്യാം. റോ റൈസാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്യാം. അരി നമുക്കൊന്ന് നല്ല കഴുകി ഒന്ന് എടുക്കണം. എടുത്തതിന് ശേഷം 2 കപ്പ് വെള്ളം ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 2-3 വിസിലിൽ നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ചോറിൽ 4 ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നല്ലൊന്ന് മിക്സ് ചെയ്യാം. ഇനി കട്ടി തൈര് 1 കപ്പ് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് നല്ല മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ കുക്കർ അടച്ചു വച്ചേക്കാം. നെക്സ്റ്റ് ഒരു ചെറിയ പാൻ എടുക്കാം. പാനിൽ എണ്ണ ആഡ് ചെയ്യാം. അതിൽ കടുക് ആഡ് ചെയ്യാം. കടലപ്പരിപ്പ് ആഡ് ചെയ്യാം. ഉഴുന്നും പരിപ്പ് ആഡ് ചെയ്യാം. വറ്റൽമുളക് ആഡ് ചെയ്യാം. കറി ലീവ്സ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ചോറിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നല്ലൊന്ന് മിക്സ് ചെയ്യാം. അത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദദ്ദോജനം പ്രസാദം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.